എന്റെ അമ്മേ. ഹലോ, ചെങ്കിരി ദാദയല്ലേ? ഞാൻ വിക്രം ദാദയാണ്. ഞാൻ ലാലനാ. അതെ, വണ്ടി മാറി. അവള് ജീപ്പിലാ വരുന്നേ. ഒറ്റയ്ക്കാണോ? അല്ല, കൂടെ രണ്ടുപേരും കൂടിയുണ്ട്. രണ്ടെണ്ണത്തിനെ തല്ലി നിരത്തിയേക്ക്. ശത്രുക്കളാ. വണ്ടി നിർത്തുക. എന്തായാലും മോള് ഇവനോടൊപ്പം ഒറ്റയ്ക്ക് പോണ്ട. കാരണം ഞാനിപ്പോ ഡീസന്റാ. ലാലാ, ഇവിടെ വക്കീലേ വരുന്നേ. ആ കോയ ഇങ്ങോട്ട് ഇറങ്ങുക. ഇറങ്ങടോ ഇറങ്ങടോ. താനാ അങ്ങോട്ട് കേറുക. അല്ല, ഞാൻ പോയാൽ ശരിയാവൂല. അല്ലേ വിക്രം? അതെ അതെ, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളും. വഷളത്തരം പറയാതെ കേറോ അങ്ങോട്ട്. അല്ല, വിക്രമൻ കൂടെ വരട്ടെ. അക്രമം കാണിക്കരുത്. ഈ വക സാധനങ്ങളൊന്നും കൊണ്ടുപോണ്ട. അങ്ങോട്ട് കേറോ. അല്ല, അങ്ങോട്ട് കേറോ. ഇത് കേറോ. വിക്രമാ വിക്രമാ വിക്രമാ. എല്ലാം ദൈവനിശ്ചയം. വിക്രമാ, അയ്യോ വിക്രമാ. ആരൊന്നും മിണ്ടാത്തെന്താന്ന്? ഞാനൊരു മരണം മുന്നിൽ കാണുന്ന അവസ്ഥയില. വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. വേണ്ട, എന്നെ ഒന്ന് ഇറക്കി വിട്ടാ മതി. എന്തിന്? ഇന്ന് എനിക്ക് പ്രമാദമായ ഒരു കേസ് ബാധിക്കാനുള്ളതാ. കോടതി പോണം. ഈ ഞായറാഴ്ച ചെയ്ത് കോടതി. കോടതി അവിടെ ഉണ്ട്, പക്ഷെ കേസില്ല. എന്ന് എനിക്ക് സുഖമില്ല. ആശുപത്രി പോണ ഹെർണിയ. നിർത്ത്, എനിക്കൊന്ന് ഇറങ്ങണം. അയ്യോ, പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഞാനാണ് തുടങ്ങാം. ഇരിക്കുന്ന പോലെ ആക്ഷൻ മാത്രം മതി. ഞാൻ അഭിനയിച്ചോളാം. അയ്യോ, എനിക്ക് നോവുന്നുണ്ട്. പറഞ്ഞ പ്രകാരം ഞാൻ വീണ് കഴിഞ്ഞു. ഓ, ഞാൻ മരിക്കണമല്ലേ? ഹലോ. അനുപമ എവിടെ? അനുപമയെ അവര് കൊണ്ടുപോയി. സന്തോഷം. ദുഃഖമില്ല. താങ്ക് യു സർ. അരേ മുംബൈ. കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് ചാടിയത് നന്നായി. ഇന്ന് ചന്ദ്രസേനും അനുപമയും തമ്മിലുള്ള കല്യാണം. അത് മുടക്കണം. പെണ്ണിനെ ചെങ്കിരിക്ക് കൊടുക്കണം. ഞാൻ കാശ് വാങ്ങിയിട്ടില്ല. അതെന്റെ കുറ്റമല്ല. സംസാ, താൻ വിക്രം ദാദയാണോ വിക്രം മാമായാണോ? ആ പെണ്ണിനെ തന്നില്ലെങ്കിൽ രണ്ടിനെ തലവെട്ട ഞാൻ. അതിനൊന്നും മുതലണ്ട. ഈ കല്യാണം മുടക്കി പ്രതികാരം ചെയ്യേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. ഞാൻ നിങ്ങളുടെ പക്ഷം ചേർന്നു. ഓക്കെ ഓക്കെ. വണ്ടിയുടെ എന്റെ കർത്താവേ. അയ്യോ. ഓൺ യുവർ മാർക്ക്, സെറ്റ്, 1 2 ഓടിക്കൂ. പോയി. നമ്മൾ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു കാര്യമില്ലടാ ഊവേ. ആ ചന്ദ്രസേന വന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. ഓടിക്കോ. എന്റെ മോളെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടോണ്ട് നീ വേറെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി ഇവിടെ നിന്നാ ആ പെണ്ണിനെ ഞാൻ കെട്ടേണ്ടി വരും. എന്താ പ്രശ്നം? എന്താ കാര്യം? അമ്മേ,
എന്താടാ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്തു പറ്റാൻ? നിനക്കെന്ത് പറ്റി? ഓ എനിക്കൊന്നും പറ്റില്ല. ഇവിടെ ആർക്കാ പറ്റിയത്? അസുഖം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ആര് പറഞ്ഞു? അതാ കോ കോ കോടി കളർ ഷർട്ടും മുണ്ടും മതിയായിരുന്നു. നീ എന്തിനാ ഇതുപോലത്തെ ഡ്രസ് എടുത്തേ? ഓ, ഉം. ആഹാ, നല്ല താലിമാല. മരുന്ന് മാറി ഇതിനകത്ത് താലിയായോ? ഇവിടെ എന്താ ആർക്കെങ്കിലും കല്യാണം ഉണ്ടോ? ഇങ്ങനെ ഒരു കുറുമ്പൻ. അറിഞ്ഞില്ലേ, ഒരു അബദ്ധം പറ്റി. മുങ്ങി, ചന്ദ്രസേന മുങ്ങി, എന്നെ പിടി വിട്ട് മുങ്ങി. എന്താ ഞെട്ടാത്ത രഹസ്യമാണോ? അയ്യോ, എന്തിനാ എന്നെ തല്ലിയത്? നീ ഒന്നും ചെട്ടാൻ. അതെ, എങ്കിലിനി വൈകിക്കണ്ട, ചടങ്ങ് നടക്കട്ടെ. അപ്പൊ ചെറുക്കൻ എനിക്കെന്താ വീട് മാറിപ്പോയോ? ഇത് നമ്മുടെ വീട് തന്നെയാ. ഇതെന്താ എല്ലാരും കൂടി ഇവിടെ? ഓഹോ, അപ്പൊ ഇതൊക്കെ നിന്റെ പണിയാണല്ലേ? വക്കീലോ? ഇവിടെ തൂക്കിയെടുത്ത് വണ്ടി കയറ്റേ. മുത്തശ്ശൻ, എങ്ങനെയുണ്ട് കളവ എന്റെ വില്ലങ്ങളി? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇത് നീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താ സാർ? ഐ ആം വിക്രം ദാദാ ഫ്രം മുംബൈ. ദാദയ്ക്ക് ഇത് മതിയോ? നമ്മളെ ആരുടെ പക്ഷത്ത് നിൽക്കണ്ടേ? അടി കൊള്ളാത്ത പക്ഷത്ത്. അപ്പൊ ഞാനോ? നീ മുങ്ങാൻ നോക്ക്. അത്രയ്ക്ക് ഭീരുവല്ല ഞാൻ. ആരോഗ്യമില്ലാത്തവൻ. എടാ, നീ അങ്ങോട്ട് ചെല്ല്. വേണ്ട വേണ്ട, നീ പോണ്ട. സോറി. മൂന്ന് പേരോ? ഒരു മാവിന് 3 ഉടമേ. ഇതിലേത് വാഹനാണ് പഠിച്ചോന് ഒറിജിനല്? മൂന്ന് പേരോ? അല്ല, ഇത് മാജിക്കാ. ഒന്നിനെ മൂന്നാക്കുന്ന മാജിക്.